ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. ഒരു സോളിഡ് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിബിലിറ്റി ഗ്യാസ് ഇൻ എ ലിക്വിഡ്. ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പല ഗ്യാസുകൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഓക്സിജൻ, അതുപോലെ നൈട്രജൻ പോലെയുള്ള ഡിഫറെൻറ്റ് ഗ്യാസുകളിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന സോഡ എന്ന് പറയുന്നത് അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഗ്യാസുകൾ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ എന്താണ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, ഇത്രയും, അതുപോലെ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്? എന്തായിരിക്കും, എത്ര എമൗണ്ട് ഗ്യാസാണ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്, അതാണ് അതിൻ്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ഈസ് റെഫേർഡ് ടു എ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് അറ്റ് ദി ഗിവൺ കണ്ടീഷൻ. അപ്പോൾ അത് നമുക്ക് മോൾസ് പെർ ലിറ്ററിൽ പറയാം, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷനിലും നമുക്ക് പറയാം, പല യൂണിറ്റുകളിൽ പറയാം. സോൾവെൻറ്റ് ലിറ്ററിൽ പറയാം നമുക്ക്, അതുപോലെ സൊല്യൂട്ട് ഗ്യാസിൻ്റെ എമൗണ്ട് നമുക്ക് മോൾസിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷനിലും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. ആ ഗ്യാസിൻ്റെ നേച്ചറിനെ ബാധിക്കും, അതുപോലെ സോൾവെൻറ്റിനെയും അത് ബാധിക്കുന്നുണ്ട്, നേച്ചർ ഓഫ് സോൾവെൻറ്റ്. മറ്റൊന്ന് പ്രഷറാണ്, ഗ്യാസാണ്. അപ്പോൾ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഉണ്ടായിരിക്കും, ഇഫക്റ്റ് ഓഫ് പ്രഷർ. മൂന്നാമത് ടെമ്പറേച്ചർ, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഈ മൂന്ന് കാര്യങ്ങളെയാണ് അത് ആശ്രയിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്. നേച്ചർ ഓഫ് ഗ്യാസ് എങ്ങനെയാണ് ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ പല ഗ്യാസുകൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓരോന്നിൻ്റെയും സോളിബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ കണ്ടുവരുന്നത്, അതായത് ഈസിലി ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസസ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ലിക്വിഫൈ ചെയ്യുന്ന ഗ്യാസുകളാണ് കൂടുതൽ സോളിബിൾ ആയിരിക്കുക. അപ്പോൾ ഈസിലി ലിക്വിഫയബിൾ ആയതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിട്ടുള്ള ഗ്യാസുകൾ കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യുകയും പെർമനൻറ്റ് ഗ്യാസുകളായിട്ടുള്ള ഓക്സിജൻ, നൈട്രജൻ, അതുപോലെ ഹീലിയം, ആർഗൺ പോലെയുള്ള ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ താഴ്ന്നിട്ടുള്ള ഗ്യാസുകൾ വളരെ അവയുടെ സോളിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ജനറലൈസ് ചെയ്യാം. ഇൻ ജനറൽ ദ ഗ്യാസസ് വിച്ച് ആർ ഈസിലി ലിക്വിഫയബിൾ ആർ റിലേറ്റീവ്ലി മോർ സോളിബിൾ ഇൻ കോമൺ സോൾവെൻറ്റ്സ്. അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. അതിലൊന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മോർ സോളിബിൾ. അതേസമയം ഓക്സിജൻ ലെസ് സോളിബിൾ ആണ് നമുക്കറിയാം. സൾഫർ ഡൈ ഓക്സൈഡ് അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്, അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ സോളിബിളാണ്. നൈട്രജൻ ഡൈ ഓക്സൈഡ്, അതുപോലെ അമോണിയ, NH3, അമോണിയക്ക് വളരെ കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യുന്നതാണ്. സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടർ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേസമയം പെർമനൻറ്റ് ഗ്യാസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ താഴ്ന്നിട്ടുള്ള നൈട്രജൻ, അതുപോലെ ഹൈഡ്രജൻ, ഹീലിയം, ഇവയൊക്കെ ലെസ് സോളിബിൾ ആയിരിക്കും. ആർഗൺ തുടങ്ങിയവയൊക്കെ വളരെ ലെസ് സോളിബിൾ ആയിരിക്കും. ഇതാണ് നേച്ചർ ഓഫ് ഗ്യാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സോളിബിലിറ്റി ഗ്യാസ് ഇൻ എ ലിക്വിഡ്, അതിൽ രണ്ടാമത്തെ ഫാക്ടർ നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് പ്രഷർ എങ്ങനെ ബാധിക്കുന്നു. പ്രഷർ നമ്മൾ നേരത്തെ കണ്ടു, സോളിഡ് ആണെങ്കിൽ അതിന് പ്രഷറിന് യാതൊരു ഇഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, സോളിബിലിറ്റി കൂടുകയായിരിക്കോ കുറയുകയായിരിക്കോ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, നമുക്ക് രണ്ട് കേസുകളുണ്ട്. ആദ്യത്തെ കേസിൽ പ്രഷർ, ലിക്വിഡിൻ്റെ മുകളിൽ പ്രഷർ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, വളരെ കുറച്ച് പാർട്ടിക്കിൾ മാത്രമാണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളൂ. ആ ഗ്യാസിൻ്റെ പാർട്ടിക്കിൾ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തെങ്കിൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ പ്രഷർ കുറവാണെങ്കിൽ അവിടെ ഡിസോൾവ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറവായിരിക്കും. ഇവിടെ ഈ കേസിലാണെങ്കിൽ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഡിസോൾവ് കണ്ടോ. ഇവിടെ ലോ പ്രഷറാണ്, ഇവിടെയാണെങ്കിലോ ലോ പ്രഷർ ആയതുകൊണ്ട് ഇവിടെ ലോ കോൺസെൻട്രേഷനാണ്, ഇവിടെ ഹൈ പ്രഷറാണ്, അതിനനുസരിച്ച് ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഡെഫിനിഷൻ പറയാം. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹെൻറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, വില്യം ഹെൻറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് ഹെൻറീസ് ലോ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ് ഓവർ ദി സൊല്യൂഷൻ. ദിസ് ഈസ് കോൾഡ് ഹെൻറീസ് ലോ. പ്രഷർ കൂടുതലാണെങ്കിൽ സോളിബിലിറ്റിയും കൂടുതലായിരിക്കും. ഇതിനെക്കുറിച്ചിട്ട്
അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് ഹെൻറിസ് ലോ എന്ന് പറയുന്നത്. ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ സോളിബിലിറ്റി ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ്. ആ ഗിവൺ പ്രഷറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഇതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ആളാണ് ഡാൽട്ടൺ. അദ്ദേഹം ഈ സോളിബിലിറ്റി അദ്ദേഹം പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിൽ അദ്ദേഹം അത് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഹെൻറിസ് ലോ നമ്മൾ പറയാറുള്ളത്. അതിന് ഹെൻറിസ് ലോ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ അതായത് ഇവിടെ പാർഷ്യൽ പ്രഷർ കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഗ്യാസിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് മോൾ ഫ്രാക്ഷൻ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ പാർഷ്യൽ പ്രഷർ കുറവാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ കുറവായിരിക്കുകയും ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണെങ്കിൽ ആ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടുതലായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് നോക്കുക, ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് എബവ് ദി partial pressure in vapor phase. Partial pressure of the gas in vapor phase is proportional to mole fraction of the gas in the solution. The partial pressure of the gas in vapor phase is proportional to the mole fraction of the gas in the solution. This is known as Henry's law. അപ്പോൾ അത് നമുക്ക് മാത്തമാറ്റിക്കലി ആക്കുകയാണെങ്കിൽ P proportional to X, P partial pressure of the gas. അപ്പോൾ ഒന്നിലധികം ഗ്യാസുകൾ ഉണ്ടെങ്കിൽ ആ ഗ്യാസ് pressure of carbon dioxide is directly proportional to partial pressure of carbon dioxide. ഈ നൈട്രജൻ ഉണ്ടെങ്കിൽ partial pressure of nitrogen is directly proportional to mole fraction of nitrogen. ഇങ്ങനെ പറയാം. അപ്പോൾ partial pressure of that gas is directly proportional to mole fraction of that gas. അപ്പോൾ പ്രൊപ്പോർഷണൽ സൈൻ നമ്മൾ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ആയിട്ട് ഈസ് കോൾഡ് ഹെൻറിസ് കോൺസ്റ്റൻറ്റ്. KH എന്ന് പറഞ്ഞാൽ ഹെൻറിസ് കോൺസ്റ്റൻ്റ് ആണ്. P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. കൈ എന്നുള്ള വാക്ക് പറയാറ്, എക്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാമെന്ന് മാത്രം. P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു എക്സ്. ഇത് ഈ ഇക്വേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. Y ഈസ് ഈക്വൽ ടു mx എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതൊരു ഒറിജിനിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഇൻ ദി ഫോം Y ഈസ് ഈക്വൽ ടു mx. ഇൻ്റർസെപ്റ്റ് ഇല്ല, mx പ്ലസ് c എന്നുള്ള ഫോമിലല്ല, Y ഈസ് ഈക്വൽ ടു mx ഫോമിലാണ്. അപ്പോൾ അതായത് നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ എടുക്കുന്നു, Y ആക്സിസിൽ നമ്മൾ പാർഷ്യൽ പ്രഷർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഒരു പർട്ടിക്കുലർ പ്രഷറിൽ പാർഷ്യൽ പ്രഷറിൽ മോൾ ഫ്രാക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇത്രയായിരിക്കും. അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടി. അതുപോലെ വേറൊരു പാർഷ്യൽ പ്രഷർ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇത്രയായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ പോയിൻ്റ് കിട്ടും. അങ്ങനെ പോയിന്റുകൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇത് എം എന്ന് പറയുന്ന സ്ലോപ്പാണ്. സ്ലോപ്പ് എന്തായിരിക്കും? KH ആയിരിക്കും. ഇത് dy/dx വിൽ ബി സ്ലോപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു KH. ഹെൻറിസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ഹെൻറിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൻറിസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ നന്നായി പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ KH ഹെൻറിസ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഒന്ന് പറയാൻ പോകുന്നത്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൻറിസ് കോൺസ്റ്റൻറ്റ്? അപ്പോൾ ഇതിൽ നോക്കുക, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ യൂണിറ്റാണ്. KHൻ്റെ യൂണിറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. എക്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മോൾ ഫ്രാക്ഷനാണ്. അതിന് യൂണിറ്റില്ല, അത് റേഷ്യോ ചെയ്തുകൊണ്ട് അതിനൊരു യൂണിറ്റ് ഇല്ല നമ്മൾ പറഞ്ഞു. മോൾസിൻ്റെ റേഷ്യോ ചെയ്തുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ KHൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രഷറിൻ്റെ യൂണിറ്റ് സെയിം ആയിരിക്കും. ദി യൂണിറ്റ് ഓഫ് KH ഈസ് ദി സെയിം ആസ് പ്രഷർ. അപ്പോൾ പ്രഷർ ഏത് യൂണിറ്റിലാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതേ യൂണിറ്റിനെ ആയിരിക്കും ഹെൻറിസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ പ്രഷർ നമ്മൾ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ KHൻ്റെ യൂണിറ്റും അറ്റ്മോസ്ഫിയറിലായിരിക്കും. പ്രഷർ നമ്മൾ ബാർ യൂണിറ്റിൽ നമ്മൾ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ മെർക്കുറിയിൽ നമുക്ക് മെഷർ ചെയ്യാം, ടോർ എന്നുള്ള യൂണിറ്റിൽ മെഷർ ചെയ്യാം. ഏതാണോ നമ്മൾ പ്രഷർ പാസ്കൽ എന്നുള്ള യൂണിറ്റിൽ നമുക്ക് മെഷർ ചെയ്യാം. ഏത് യൂണിറ്റിലാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതേ യൂണിറ്റ് ആയിരിക്കും KHനും ഉണ്ടാവുക. ഇനി പറയുന്നത് ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു KH വാല്യൂ ആണെങ്കിൽ അതേസമയം ഓക്സിജന് വേറെ KH വാല്യൂ ആയിരിക്കും. ഓരോ ഗ്യാസിനും KH വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ പറയാൻ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് യൂണിവേഴ്സിൽ എവിടെയാണെങ്കിലും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് സെയിം ആയിരിക്കും. അതുപോലെ ഉള്ളൊരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ഒന്നുമല്ല ഹെൻറിസ് കോൺസ്റ്റൻറ്റ്. അത് ഓരോ ഗ്യാസിനനുസരിച്ച് അത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വാല്യൂ പറയുന്നത് പോയിന്റ് പറയുന്നത്
ഈ കാച്ച്വലി സെയിം ഗ്യാസ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സോൾവെൻറ്റ്സ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചോ, അതിൻ്റെ കാച്ച് വാല്യൂ തന്നെ സോൾവെൻറ്റ് മാറുന്നതനുസരിച്ച് മാറുന്ന പറയുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ വാട്ടറിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു കാച്ച് വാല്യൂ ആണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മറ്റൊരു സോൾവെൻറ്റിൽ ഇപ്പോൾ HClോ മറ്റ് ഏതെങ്കിലും ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാച്ച് വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഗ്യാസിന് പോലും സെയിം കാച്ച് വാല്യൂ ആയിക്കൊള്ളുന്നില്ല, അത് ഡിഫറെൻ്റ് ആവും. അതും ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ അതാണ് അടുത്ത് പറയുന്നത്. നോളജ് ഓഫ് കാച്ച് വാല്യൂ ഓഫ് എ ഗ്യാസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഹെൽപ്പ് us ടു കാൽക്കുലേറ്റ് ഇറ്റ്സ് സോളുബിലിറ്റി അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളുബിലിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസസ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സോളുബിലിറ്റി ഡിക്രീസ് ചെയ്യാനും ചെയ്യുക. അപ്പോൾ അതായത് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഹയർ വാല്യൂ ആയിരിക്കും KH ഓഫ് ഗ്യാസ് ഈസ് ഹയർ ദ വാല്യൂ ഓഫ് KH ലോവർ വിൽ ബി സോളുബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ KH വാല്യൂ ആണെങ്കിൽ ഒരു ഗ്യാസിൻ്റെ KH വാല്യൂ ഹൈ ആണെങ്കിൽ അതിൻ്റെ സോളുബിലിറ്റി ആ ഗ്യാസിൻ്റെ സോളുബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഒരു കുറേ ഗ്യാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ KH വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതിൻ്റെയാണോ KH വാല്യൂ ഹൈ ആയിട്ടുള്ളത് അതിൻ്റെ സോളുബിലിറ്റി കുറവായിരിക്കുകയും ഏത് ഗ്യാസിൻ്റെ KH വാല്യൂ ആണോ കുറവുള്ളത് അതിന് സോളുബിലിറ്റി കൂടുതലായിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ മോൾ ഫ്രാക്ഷൻ അഗെയിൻസ്റ്റ് പാർഷ്യൽ പ്രഷർ വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദി ഒറിജിൻ ആൻഡ് സ്ലോപ്പ് വിൽ ബി KH. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹെൻറിസ് കോൺസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹെൻറിസ് ലോൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതും ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ഒന്ന് പഠിക്കണം. ഒന്ന് നമുക്കറിയാം, ഈ ഏരിയേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രഷർ ഹെൻറിസ് ലോ പ്രകാരം പ്രഷർ ഹൈ പ്രഷറിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. ടു ഇൻക്രീസ് ദ സോളുബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. ഹൈ പ്രഷറിൽ ആണ് അത് സീൽ ചെയ്തിട്ടുണ്ടാവുക കാർബൺ. അത് കാരണം ഹൈ പ്രഷറിലാകുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സ്കൂബ ഡൈവേഴ്സ്. സ്കൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ആഴങ്ങളിൽ, സമുദ്രങ്ങളിലേക്ക് വളരെ ആഴങ്ങളിൽ ഡൈവ് ചെയ്യുന്ന ആ ഡൈവേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്കൂബ ഡൈവേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അവർ ഈ അറ്റ്മോസ്ഫിയറിക് എയറാണ് അവർ സിലിണ്ടറിൽ എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കാം, വളരെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ആഴങ്ങളിലേക്ക് പോകുന്നതോറും പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം സോളുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് ചെയ്യും ഹെൻറിസ് ലോ പ്രകാരം. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് നൈട്രജനാണ്. 76% നൈട്രജനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നൈട്രജൻ്റെ പെർസെൻറ്റേജ് കൂടുതലായതുകൊണ്ട്, പാർഷ്യൽ പ്രഷർ കൂടുതലായതുകൊണ്ട് അത് കൂടുതലായിട്ട് ബ്ലഡിൽ അത് ഡിസോൾവ് ചെയ്യും. അപ്പോൾ അത് പ്രശ്നമുള്ള കാര്യമില്ല. നൈട്രജൻ അത്ര പോയ്സണസും ആയിട്ടുള്ള ഒരു ഗ്യാസൊന്നുമല്ല. പക്ഷേ പ്രശ്നം അത് ആ ഡൈവർ മുകളിലേക്ക് വരുമ്പോൾ, സർഫസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് സോളുബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഗ്യാസ് ഡിസോൾവ് ചെയ്തിട്ടുള്ള ഈ നൈട്രജൻ ഗ്യാസ് എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എസ്കേപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് ലീവ്സ് ബബിൾസ്, ഒരുപാട് ബബിൾസ് ഈ കാപ്പിലറീസിലെ ബബിൾസ് ഉണ്ടാക്കും. ഈ കാപ്പിലറീസ് ബബിൾസ് ഉണ്ടാകുമ്പോൾ അത് ബ്ലഡിനെ അത് ബ്ലോക്ക് ചെയ്യും. കാപ്പിലറി ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദിസ് ലീഡ്സ് ടു എ കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബെൻസ്. അപ്പോൾ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അത് ഉണ്ടാക്കും. ആ കണ്ടീഷനെ പറയുന്നതാണ് ബെൻസ് എന്നാണ് പറയുക, ബെൻഡ് എന്ന് പറയുന്നത്. നമുക്കത് ചോദിക്കാൻ പരീക്ഷിക്കുകയൊക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. അതായത് സ്കൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്യുന്ന ഡൈവേഴ്സിനെ പറയുന്നതാണ് സ്കൂബ ഡൈവേഴ്സ്. അപ്പോൾ അവർ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് എയറാണ് അവർ സിലിണ്ടറിൽ എടുത്തിട്ടുള്ളതെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നൈട്രജനാണ്. അത് താഴങ്ങളിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുന്നതുകൊണ്ട് അത് കൂടുതലായിട്ട് ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. അത് വീണ്ടും ആ ഡൈവർ സർഫസിലേക്ക് വരുമ്പോൾ മുകളിലോട്ട് പ്രഷർ കുറയുന്നതുകൊണ്ട് ഈ ഡിസോൾവ് ചെയ്തിട്ടുള്ള നൈട്രജൻ എസ്കേപ്പ് ചെയ്യുമ്പോൾ അത് ബബിൾസ് ഉണ്ടാക്കും. കാപ്പിലറീസിൽ ഒരുപാട് ബബിൾസ് ഉണ്ടാക്കും. ഈ ബബിൾസ് എന്ത് ചെയ്യും, ദിസ് ബ്ലോക്സ് ദി കാപ്പിലറീസ് ആൻഡ് ക്രിയേറ്റ്സ് മെഡിക്കൽ കണ്ടീഷൻ നോൺ ആസ് ബെൻസ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അറ്റ്മോസ്ഫിയറിക് എയർ അല്ല എടുക്കുക, ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്, ഹീലിയം അടങ്ങിയിട്ടുള്ള മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് അവർ എടുക്കുന്നത്. അതിൽ 56.2% നൈട്രജനാണ് ഉണ്ടാവുക,
അതുപോലെ 32.1% ഓക്സിജനും അതുപോലെ 11.7% ഹീലിയം ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം അന്തരീക്ഷ വായു തന്നെയാണ് എടുക്കുന്നത്, അറ്റ്മോസ്ഫിയർ എയർ തന്നെയാണ് എടുക്കുന്നത്. അതിൽ നൈട്രജൻ്റെ അളവ് 56.2 ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഓക്സിജൻ വേണം നമുക്ക് ശ്വസിക്കാനായിട്ട്. അപ്പോൾ 32.1% ഓക്സിജനാണ് എടുക്കുന്നത്. ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ്. പിന്നെ 11.7% ബാക്കിയുള്ള ഹീലിയവുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഓർക്കാനായിട്ട് എളുപ്പമാണ്. കാരണം നൈട്രജൻ്റെ മാസ് നമുക്കറിയാം N2ന് 28 ആണ്. അതിൻ്റെ 2 ഇരട്ടി 56 അങ്ങനെ പറയാം. ഓക്സിജൻ്റെ 32, O2 എന്ന് പറയുന്നത് 32, അതിൻ്റെ ഒരിരട്ടി അങ്ങനെ നമുക്ക് ഓർക്കാം. ബാക്കിയുള്ളത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ബാക്കിയുള്ള 100ൽ നിന്ന് മൈനസ് ചെയ്താലായിരിക്കും ഹീലിയം. അങ്ങനെ നമുക്ക് ഓർക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നൈട്രജൻ, ഓക്സിജൻ, ഹീലിയത്തിൻ്റെ ഒരു മിക്സ്ചറാണ് എടുക്കുക. 56.2% നൈട്രജൻ, 32.1% ഓക്സിജൻ ആൻഡ് 11.7% ഹീലിയം അടങ്ങിയിട്ടുള്ളൊരു മിക്സ്ചറാണ് എടുക്കുക. അപ്പോൾ ഇതും ഹെൻറി സുലോൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അടുത്തത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആൾക്കാർ, അതുപോലെ പർവ്വതാരോഹി ക്ലൈംബേഴ്സ്, അവരും മൗണ്ടനേഴ്സും ചില പ്രശ്നങ്ങൾ നേരിടും. കാരണം നമുക്കറിയാം ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്തോറും ഓക്സിജൻ്റെ അളവ്, പ്രഷർ കുറയും, ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് അവർക്ക് ശ്വസിക്കാനായിട്ട് ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയും തോറും അവർക്ക് പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ in blood and tissues of people living in the high altitudes and climbers. Low oxygen causes climbers to become weak. വളരെ വീക്ക് അവർ and unable to think clearly. വളരെ ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാനുള്ള ശേഷി പോലും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്ലൈംബേഴ്സും അതുപോലെ മൗണ്ടനേഴ്സ്, അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്നവരൊക്കെ ഓക്സിജൻ സിലിണ്ടേഴ്സ് എന്തായാലും ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതിന് പറയുന്നതാണ് അനോക്സിയ. ചിന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും, അതുപോലെ വളരെ വീക്കാവും. അത് ഒഴിവാക്കാനായിട്ട് അവർ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും അനോക്സിയ, ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, അനോക്സിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും. ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹെൻറിസ് ലോ തന്നെയാണ്. അപ്പോൾ ഹെൻറിസ് ലോൻ്റെ 3 അപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചു. ഫോർ മേക്കിംഗ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫോർ സ്കൂബ ഡൈവേഴ്സ് സ്പെഷ്യൽ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആർ യൂസ്ഡ്. അതുപോലെ മൗണ്ടനേഴ്സ് ആൻഡ് ദ പീപ്പിൾ ലിവിങ് ഹൈ ആൾട്ടിറ്റ്യൂഡ് must use oxygen cylinders for breathing. അപ്പോൾ ഇത്രയാണ് 3 കാര്യങ്ങളാണ് നമ്മൾ ഹെൻറിസ് ലോൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഗ്യാസ് എന്ന് പറയുന്നത് അതിൻ്റെ എൻട്രോപ്പി വളരെ കൂടുതലാണ്. അത് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി കുറയും, വീണ്ടും സോളിഡ് ആകുമ്പോൾ എൻട്രോപ്പി വീണ്ടും കുറയും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എൻട്രോപ്പി കുറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പോൾ അത് ഇവിടെ ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക. ഓൾവേസ് ഹീറ്റ് ലിബറേറ്റ്, അതായത് പറയുന്നത് ഓൾവേസ് ദിസ് പ്രോസസ് ഈസ് എക്സോതെർമിക്. ഹീറ്റ് ലിബറേറ്റ് ഏത് സമയത്ത് ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അപ്പോൾ അതോടെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. നമുക്കറിയാം അത് ലേഷാർട്ട് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോതെർമിക് പ്രോസസ്സ് നടക്കുക. എക്സോതെർമിക് പ്രോസസ്സിന് ഓപ്പോസിറ്റിൽ എൻഡോതെർമിക് പ്രോസസ്സാണ് നടക്കുക. അപ്പോൾ സോളുബിലിറ്റി ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യുക. അപ്പോൾ അവിടെ പഠിക്കുന്ന കാര്യം ആസ് ദ ഡിസൊല്യൂഷൻ is an exothermic process, the solubility should decrease with the increase in temperature. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സോളുബിലിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ നോക്കണം. സോളുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഈ പോയിന്റ് പഠിക്കണം എപ്പോഴും. ഓൾവേസ് ആണ് സോളുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇതിൽ ചോദ്യം ചോദിക്കാറുള്ളത് വിൻ്റർ സീസൺ ഈസ് ബെറ്റർ ഫോർ അക്വാട്ടിക് ലൈഫ്. വൈ? എന്തുകൊണ്ടാണ് വിൻ്റർ സീസണിൽ നമുക്കൊരു തണുപ്പായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടറിൽ നമുക്കറിയാം കൂടുതൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. വിൻ്ററിൽ തണുപ്പായതുകൊണ്ട് കൂടുതൽ ഓക്സിജൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്സിജൻ കൂടുതലുള്ളതുകൊണ്ട് ജലജീവികൾക്ക് അത് ബെറ്റർ ആയിരിക്കും എന്ന് പറയാം. അതേസമയം ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാലോ ഓക്സിജനൊക്കെ എസ്കേപ്പ് ചെയ്ത് പോകും. അത് അക്വാട്ടിക് ലൈഫിന് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇത്രയേ ഉള്ളൂ. മോർ ഓക്സിജൻ ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഡ്യൂ ടു ലോ ടെമ്പറേച്ചർ സോളുബിലിറ്റി ഇൻക്രീസ്. അപ്പോൾ ഈ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്കായി. ഇനി ഒരു ഗ്രാഫാണ് കുറേ ഗ്യാസുകളുടെ
സോളുബിലിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഈ എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നു 0, 20, 40 ഡിഗ്രി സെൽഷ്യസ്, 60 ഡിഗ്രി സെൽഷ്യസ്, 80 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നമ്മൾ സോളുബിലിറ്റി മോൾസ് പെർ ലിറ്ററിൽ നമുക്ക് എടുത്തിരിക്കുന്നു. ഏറ്റവും പർട്ടിക്കുലർ പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്, ഐസോബാറാണ്. അപ്പോൾ ഇതിൽ നോക്കിയേ, ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോളുബിലിറ്റി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്ത് വരുന്നു. നൈട്രജനൊക്കെ സോളുബിലിറ്റി കുറവാണെന്ന് നമ്മൾ പറഞ്ഞു, കാരണം അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറവാണ് നൈട്രജൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനോൺ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറവാണ് സോളുബിലിറ്റി. അത് മാത്രമല്ല, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും കുറയുന്നു. ഇനി അതിനേക്കാൾ കുറവാണ് ഓക്സിജൻ, അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതിന് കുറവാണ്, അപ്പോൾ അതിൻ്റെ സോളിഡിറ്റി കുറവാണ്. അത് തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും അത് ഡിക്രീസ് ചെയ്യുന്നു. അതിനേക്കാൾ കുറവാണ് നൈട്രജൻ്റെ സോളിഡിറ്റി, അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറയുന്നു. ഒരു സ്റ്റഡി നമുക്ക് കമ്പാരിസൺ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നേച്ചർ ഓഫ് ഗ്യാസുകൾ, അതുപോലെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അതുപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, സോളിഡ് ഡിക്രീസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പ്രോബ്ലമാണ് H2S, a toxic gas with a rotten egg smell, is used for qualitative analysis. The solubility of H2S in water at STP is 0.195 molal. Molal എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദി സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. 1 കിലോഗ്രാമിൽ 0.195 മോൾസാണ് H2S ഉള്ളത്. കാൽക്കുലേറ്റ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൽ സൊല്യൂഷൻ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് നിങ്ങൾ ഒന്ന് ചെയ്ത് ഹോംവർക്കായിട്ട് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ സ്ക്രീൻ നോക്കിയിട്ട് പഠിക്കുക.